എന്താണ് സുഹൃത്തുക്കളെ, സുഖാണോ എന്ന് ചോദിക്കാൻ പോലും മടിയാണ് കേട്ടാ. ഈ 2024 കഴിഞ്ഞ് ഈ 2025 തുടങ്ങിയത് മുതൽ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ആരാണ് ഒന്ന് മനസ്സറിഞ്ഞ് ഉറങ്ങിയ എത്ര പേരുണ്ട് പറയാൻ പറ്റുമോ? സ്വന്തം വീട്ടിൽ ഡോറടച്ച് കടക്കാൻ പോലും ഉറങ്ങാൻ പോലും പേടിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവിടുന്നാണ് ഞങ്ങളുടെ മക്കൾക്ക് ഈ ധൈര്യം വരുന്നത്? ആരാണ് ഞങ്ങളുടെ മക്കൾക്ക് ഈ ധൈര്യം നൽകുന്നത്? ആരാണ് ഇവരുടെ പിന്നിൽ? ഞാനും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസകൾ മക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ പഠനത്തിനെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് വണ്ടി വാങ്ങാമെന്ന് കൊടുത്ത്, ഇങ്ങനെ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കുടുംബക്കാരും ഓരോ രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മക്കളോട്, മോനെ നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? നീ രാവിലെ പോയി രാത്രിയിൽ കയറി വരുന്നുണ്ടല്ലോ, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാൻ പേടിയാണ്. മക്കളോട് ചോദിക്കാൻ ഇന്ന് ഓരോ രക്ഷിതാവിനും പേടിയാണ്. എന്തുകൊണ്ടാണ്? ആരാണ് ഞങ്ങളുടെ മക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞങ്ങളുടെ മക്കൾക്ക് ആരാണ് ഇത് കൊടുക്കുന്നത് എന്ന് ഓരോ നാടും നാട്ടുകാരും കുടുംബക്കാരും ആലോചിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ട്. ഞങ്ങൾക്കറിയാൻ പറ്റുന്നതാണല്ലേ, കേരളത്തെ ദിവസം ദിവസം ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സ് പൊട്ടുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് കാമുകിയെ കൊല്ലുന്നു, മകൻ ഉമ്മയെ കൊല്ലുന്നു, ഉമ്മ ബാപ്പയെ കൊല്ലുന്നു. അതൊരു ഭാഗം. രാവിലെ എണീച്ച് കുട്ടികളോട് മോനെ സ്കൂൾ പോടാ എന്ന് പറയാൻ പോലും മടിക്കുന്ന രക്ഷിതാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മക്കൾ സ്കൂളിലേക്ക് അയക്കുക? തിരിച്ചു വരുമോ എന്നുള്ള പേടിയാണ്, ഭയമാണ്. ആരെയാണ് ഭയക്കുന്നത്? സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടികളെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠനെ പോലെ, കൂട്ടുകുടുംബത്തെ പോലെ, സഹോദരനെ പോലെ ഒരു സുഹൃത്തായി മാറുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ, മുറിഞ്ഞു കഴിഞ്ഞാൽ, മുറിവ് പറ്റിയ സ്ഥലത്ത് മരുന്നുകൾ വെച്ച് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലെത്തിക്കുന്ന കൂട്ടുകാരാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത്. പക്ഷെ ഇന്ന് സ്വന്തം കൂട്ടുകാരനെ, ബെഞ്ചിൻ്റെ അടുത്തിരിക്കുന്നവനെ കൊല്ലാനുള്ള തന്ത്രങ്ങളും അതിനുള്ള വഴികളും കണ്ടെത്തുന്ന കുട്ടികളായി മാറുകയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ. എന്നാണ് ഞങ്ങൾ കേൾക്കാത്ത വാർത്തകൾ? ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോവുകയാണ്. ഞാനൊക്കെ എൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ രക്ഷിതാക്കളും മക്കളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ബാപ്പാരും ഉമ്മാരും അവരെ വിഷമങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാൻ വേണ്ടി പൈസ അയച്ചു തരുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കണം, ഞങ്ങളെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം ചെയ്തു തരുന്ന ഞങ്ങളുടെ രക്ഷിതാക്കളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള മനസ്സ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം. എന്ത് ചങ്ങായിമാരുണ്ടാവട്ടെ, കൂട്ടുകെട്ടുണ്ടാവട്ടെ, നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഉമ്മമാരെയും ബാപ്പമാരെയും സഹോദരിമാരെയും നിങ്ങളൊന്ന് ഓർക്കുക. എൻ്റെ മക്കളത് ഓർക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു വഴിയിലേക്കും പോകില്ല, അതിന് കഴിയില്ല. നല്ല മക്കളാവട്ടെ, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാവട്ടെ, എല്ലാവരോടും സ്നേഹം മാത്രം.